കേരള വാട്ടർ അതോറിറ്റി ഒരു അടിപൊളി ന്യൂസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഒരേപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരുപാട് പോസ്റ്റുകളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ വാട്ടർ അതോറിറ്റിയിലെ ഒരു നോളജ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ കൺവേർട്ട് ചെയ്യുന്ന പോസ്റ്റുകൾ നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് പോസ്റ്റിലേക്കാണ് ഈ കൺവേർഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ദാറ്റ് മീൻസ് അവിടെ നമുക്ക് കാലാനുസൃതമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് പോസ്റ്റുകൾ ഒരുപാട് ആവശ്യമില്ലാതെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പോസ്റ്റുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക്, ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കൃത്യനിർവഹണം നടത്താൻ ആവശ്യമായ രീതിയിലേക്ക് മാറ്റുന്ന നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രപ്പോസൽസ് കേരള സർക്കാരിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സർക്കുലർ ആയിട്ടും ഓർഡർ ആയിട്ട് ഇനി വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ആ ഒരു പ്രപ്പോസൽ എങ്ങനെയാണ്, ഏതൊക്കെ പോസ്റ്റുകളാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത്, എല്ലാം നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ നമുക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഒരു ഓർഡർ കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ടത്, അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെ കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ പ്രകാരം ആദ്യം പറയുന്നത് ഹൈഡ്രോ ജിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. അതേപോലെ തന്നെ ലൈഫ് ഗാർഡ് കം കോച്ച്, ലൈഫ് ഗാർഡ്, ടെലിഫോൺ ഓപ്പറേറ്റർ, ബൈൻഡർ, ഗാർഡൻ സൂപ്രണ്ടന്റ്, അതുപോലെ ഗാർഡനർ, സ്കിൽഡ് വർക്കർ, ലൈൻമാൻ തുടങ്ങിയുള്ള പോസ്റ്റുകൾ, അതുപോലെ ക്ലീനർ, വാച്ച്മാൻ കം വാൽവ് ഓപ്പറേറ്റർ, ലാസ്കർ, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയിട്ടുള്ള കുറെ പോസ്റ്റുകൾ ഇതിനോടകം തന്നെ അതിൽ നമുക്ക് ഒരുപാട് അധികമായി കിടക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതായത് നമുക്കിവിടെ ഹൈഡ്രോ ജിയോളജിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രൗണ്ട് വാട്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് നിലവിൽ ആവശ്യമില്ല എന്നാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. അതേപോലെ ലൈഫ് ഗാർഡ് കം കോച്ചും, ലൈഫ് ഗാർഡ് എന്ന് പറയുന്നത് പണ്ടൊക്കെ കേരള വാട്ടർ അതോറിറ്റിയിൽ സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ളപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പറയുന്ന ആക്ടിവിറ്റീസുമായി കേരള വാട്ടർ അതോറിറ്റി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് പോസ്റ്റുകളും അധികമായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഫോൺ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ചിട്ട് എല്ലാ ഓഫീസേഴ്സിനും, ഇപ്പോൾ നമുക്ക് ഗ്രേഡ് 3 ഓവർസിയർ ആയിട്ട് കയറുന്ന ആൾക്കാർക്കൊക്കെ CUG നമ്പേഴ്സ് പേഴ്സണലി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഓഫീസ് നമ്പറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ CUG നമ്പറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ ആവശ്യം ഇപ്പോൾ നിലവിലില്ല. കൂടാതെ അടുത്ത് വരുന്ന ബൈൻഡർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ബൈൻഡർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫയലുകളെല്ലാം എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോസ്റ്റ് അവിടെ നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഈ ഫയലിംഗ് സിസ്റ്റം ആണ് നമ്മുടെ എല്ലാ ഓഫീസുകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബൈൻഡ് ചെയ്യേണ്ട ആ ഒരു ജോലി അവിടെ ഒഴിവായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പോസ്റ്റും കൺവേർട്ട് ചെയ്യാനുള്ള പ്രപ്പോസൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ സൂപ്രണ്ടന്റും അതുപോലെ ഗാർഡനറും, ഇതെല്ലാം അധികമായി കാണുന്ന പോസ്റ്റ് ആയി തന്നെയാണ് നമ്മളെ ഈ പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ സ്കിൽഡ് വർക്കർ എന്ന് പറയുമ്പോൾ എന്ത് സ്കില്ലാണ് അല്ലെങ്കിൽ ഏത് സ്കില്ലാണെന്നുള്ളത് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതും ഒരു വാനിഷിംഗ് കാറ്റഗറി ആയിട്ടാണ് കേരള വാട്ടർ അതോറിറ്റി കണക്കാക്കുന്നത്. ദെൻ ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റും, അതുപോലെ തന്നെ ക്ലീനർ എന്ന് പറഞ്ഞ പോസ്റ്റ് നമുക്കറിയാം, ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന പ്രോസസ്, ആ രീതിയിലുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ ഫുൾ ടൈം എന്ന രീതിയിൽ അതിനും നമുക്ക് അധികമായിട്ട് പോസ്റ്റുകൾ അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ വാച്ച്മാൻ ആണെങ്കിലും വാച്ച്മാൻ കം വാൽവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും, അതുപോലെ ലാസ്കർ, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ പോസ്റ്റുകളെല്ലാം അധികമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ നിലവിലുള്ളപ്പോൾ ഇതൊക്കെ നമ്പറിൽ അത്രയും അധികമായിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റുകളെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് കേരള വാട്ടർ അതോറിറ്റിക്ക് വരില്ല. അപ്പോൾ എത്രയാണോ ഈ പറയുന്ന പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നമുക്ക് ഈ പറഞ്ഞുള്ള ഇത്രയും ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഈ പോസ്റ്റുകൾ കൺവേർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഫിനാൻഷ്യൽ, ദാറ്റ് മീൻസ് അവിടെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകും, കേരള വാട്ടർ അതോറിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, പുതിയ പോസ്റ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള പ്രപ്പോസൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ആ കൺവേർഷൻ നമ്മൾ ന്യൂ പോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള വാട്ടർ അതോറിറ്റിയിൽ അവിടെ സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. അത് നമുക്ക് ഓൾറെഡി ഇപ്പം സാങ്ഷൻഡ് ആയിട്ടുള്ള സ്ട്രെങ്ത്, നിലവിൽ നമുക്ക് സാങ്ഷൻഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് പറയുന്നത് 404 ആണ്.
നമുക്ക് ഇനി അതിലേക്ക് അഡീഷണൽ ആയിട്ട് പ്രപ്പോസൽ പോയിട്ടുള്ള പോസ്റ്റ് എണ്ണം എന്ന് പറയുന്നത് 20 ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് ടോട്ടൽ ഉള്ള ഗ്രാമപഞ്ചായത്തിന് എണ്ണം എന്ന് പറയുന്നത് 941 ആണ് അല്ലെ. 941 നമുക്ക് ടോട്ടൽ കേരളത്തിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ എണ്ണം. ഇതിൽ നമുക്ക് ഡിവൈഡ് ബൈ 4 ചെയ്ത്, അതായത് നോക്കി 4 പഞ്ചായത്തിന് ഒരു എ എന്ന നിലവിൽ നമുക്ക് 235 എമാരുണ്ടായിരിക്കും. അതേപോലെ മുനിസിപ്പാലിറ്റി നമുക്ക് 87 എണ്ണമാണുള്ളത്. ആ 87 നമുക്ക് 2 എ കണക്കാക്കി 174 കൂടാതെ നമുക്ക് കോർപ്പറേഷൻ ആയിട്ട് വരുന്നത് 6 എണ്ണമാണ്. അപ്പോൾ ഒരു കോർപ്പറേഷനിൽ 3 എ എന്ന കണക്കിൽ നമുക്ക് 18 എമാരും ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടെ ഒരു പ്രൊജക്ട് ഡിവിഷനിലേക്കും ഹെഡ് ഓഫീസിലേക്കും കണക്കിൽ നമുക്ക് ടോട്ടൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 427 ആണ്. ഓക്കെ, 427 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാങ്ഷൻ സ്ട്രെങ്ത് എന്നിരിക്കെ ഇപ്പോൾ നിലവിലുള്ള സാങ്ഷൻ സ്ട്രെങ്ത് പറയുന്നത് 404 മാത്രമാണ്. ഇതിലേക്ക് 20 എണ്ണം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പോസ്റ്റുകൾ കൺവേർട്ട് ചെയ്യുന്നതിലൂടെ 20 എണ്ണം കൂടെ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ നോക്കി ഇവിടെ നിന്ന് നമുക്ക് സർക്കാരിലേക്ക് ആര് കൊടുത്തിട്ടുണ്ട്? കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പോയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് 20 പോസ്റ്റുകളാണ് പുതിയതായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിൽ തന്നെ അതിന് പ്രപ്പോസലാണ് പോയിട്ടുള്ളത്, അതിന് ഓർഡർ ആയിട്ട് വരണം. അപ്പൊ ഈ 20 പോസ്റ്റിൽ നമുക്ക് 12, ഇപ്പോൾ 20 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് PSCയിലേക്ക് കിട്ടില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന 20 പോസ്റ്റിൽ നിന്ന് തന്നെ 20ൽ നിന്ന് 12 എണ്ണം നമുക്ക് PSCയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വേണ്ടിയിട്ടും ബാക്കി 8 എണ്ണം പ്രമോഷന് വേണ്ടിയിട്ടുമാണ് വരുന്നുണ്ടാവുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് 12 പോസ്റ്റുകൾ നമുക്ക് എന്ത് കിട്ടും? PSCയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് വരും. അതിൽ 8 എണ്ണം എന്ന് പറയുന്നത് പ്രൊമോഷൻ പോസ്റ്റ് ആക്കി മാറ്റും. അതായത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഡ്രാഫ്റ്റ് ഓൺ ഗ്രേഡ് 1 ആണ് എന്ത്, അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ്. ഇതിന് തൊട്ട് താഴെയുള്ള പോസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ദാറ്റ് മീൻസ് അവിടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ട് 8 എണ്ണം കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൽ 8 ആള് എ ആയി മാറുമ്പോൾ അവിടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൃത്യമായി തന്നെ അവിടെ വേക്കൻസി വരും. അതേപോലെ അതിലേക്ക് വരുന്ന ആൾക്കാർ, അതായത് 8 എണ്ണം വരുന്നുണ്ടെങ്കിൽ 8 ആൾക്കാർ അവിടെ നിന്ന് മാറുമ്പോൾ ആ 8 പോസ്റ്റ് അവിടെ വേക്കന്റ് ആയി. ആ 8 വേക്കൻസിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? ഗ്രേഡ് 2ൽ നിന്ന് പ്രൊമോഷൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഗ്രേഡ് 2ൽ അതിനുള്ള ആ വേക്കൻസി വരും. ആ ഗ്രേഡ് 2ലേക്ക് എന്ത് ചെയ്യും? ഗ്രേഡ് 3ൽ നിന്ന് പോകും. അങ്ങനെ കൃത്യമായി ഇവിടെ എയിലേക്കുള്ള പ്രൊമോഷനാണ് നടക്കുന്നതെങ്കിൽ പോലും റിഫ്ലക്ഷൻ നമുക്ക് ഗ്രേഡ് 3ലേക്ക് വരെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടുന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് AE പോസ്റ്റിലേക്ക്, കേരള വാട്ടർ അതോറിറ്റി പോസ്റ്റിലേക്ക് പുതിയ 20 വേക്കൻസി കൂടെ വരാൻ വേണ്ടി പോകുന്നു. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോസ്റ്റാണ് നമുക്കറിയാം, ഡ്രാഫ്റ്റ് 1 ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അവിടെ നമുക്ക് സാങ്ഷൻ സ്ട്രെങ്ത് പറയുന്നത് 419 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടേക്ക് 7 പോസ്റ്റുകളാണ് അധികമായിട്ട് പ്രപ്പോസൽ ആയിട്ട് വെച്ചത്. ഈ 7 പോസ്റ്റ് വെക്കുമ്പോഴും അവിടെ എന്ത് വരുന്നില്ല? അധികമായിട്ടുള്ള ചെലവുകൾ വരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി അവിടെ കൺവേർട്ട് ചെയ്യുന്ന കുറെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഫിനാൻഷ്യൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു ലാഭം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ചെലവ് അവിടെ കൃത്യമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കി ഒരേപോലെ ആയി പോകുന്നുണ്ട്. ഒരു ചെലവും അധികമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് 419 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ടോട്ടൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമപഞ്ചായത്തും കോർപ്പറേഷനും അതുപോലെ മുനിസിപ്പാലിറ്റിയും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡ് 1ലേക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 427 തന്നെയാണ്. ആ 427 വേണ്ടടുത്താണ് നമുക്ക് 419 ഇപ്പോൾ നിലവിലുള്ളത്. അവിടേക്ക് ഒരു 7 പോസ്റ്റ് കൂടി വരുമ്പോൾ നമുക്കിവിടെ 426 പോസ്റ്റ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ആ രീതിയിൽ എത്തിക്കാൻ ഉള്ള പ്ലാനാണ് നമുക്ക് ആരുള്ളത്? കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പ്രപ്പോസൽ ആയിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ 426 ആകുമ്പോൾ 7 പോസ്റ്റുകൾ അധികമായിട്ട് വരും. ഈ 7 പോസ്റ്റിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട്. അവരെ ആ ഒരു സർക്കുലറിൽ അല്ലെങ്കിൽ ആ പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ 3 എണ്ണം 3 വേക്കൻസി നോക്കി ഉറപ്പായിട്ടും പ്രൊമോഷൻ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പ്രൊമോഷൻ ആയിട്ട് കൊടുക്കണം. അതായത് ഗ്രേഡ് 2ൽ നിന്നാണ് ഈ പറയുന്ന നോക്കി 3 വേക്കൻസി അതിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പൊ ഗ്രേഡ് 2 ആയിട്ടുള്ള അത് നോക്കി പ്രൊമോഷന് ആ രീതിയിലായിട്ടുള്ള ഒരു നോക്കി ആ ഒരു രീതിയിലായിട്ടുള്ള ആൾക്കാർക്ക് നോക്കി സമയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പ്രൊമോഷൻ കിട്ടി ഗ്രേഡ് 2ൽ നിന്ന് ഗ്രേഡ് 1 ആയി മാറാൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് ഗ്രേഡ് 2ൽ വേക്കൻസി വന്നു. ഇവിടെ 3 ആൾ മാറിയപ്പോൾ ഗ്രേഡ് 2ൽ 3 വേക്കൻസി വന്നു. ഗ്രേഡ് 3ൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ പ്രൊമോഷൻ നടക്കും. അപ്പോൾ ഗ്രേഡ് 3ൽ വീണ്ടും എന്ത് ചെയ്യും? വേക്കൻസികൾ വരും. അതേപോലെ ഓർത്ത് വെക്കേണ്ട കാര്യം, അപ്പോൾ ബാക്കിയുള്ള 4 പോസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ 4 പോസ്റ്റ് ഇൻ സർവീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വേണ്ടിയിട്ടുമായിരിക്കും എന്ത് ചെയ്യുക? PSC കണക്കാക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അവിടെ
തീർന്നിട്ടില്ല. 2 പോസ്റ്റ് കഴിഞ്ഞ് 3ാമത്തെ പോസ്റ്റ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ട്രേസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റിന്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള സാങ്ഷൻ സ്ട്രെങ്ത് പറയുന്നത് 628 മാത്രമാണ്. ഈ 628 നിന്നാണ് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് 1000-ൽ പരം 1100-ൽ കൂടുതൽ ആൾക്കാർക്ക് 1096ഓളം പേർക്ക് അല്ലെ നോക്കി അത്രയും ആൾക്കാർക്ക് നോക്കി കൃത്യമായി തന്നെ അവിടെ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിനൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളുക. അപ്പോൾ ഇവിടേക്ക് പുതിയ വേക്കൻസികൾ ദാറ്റ് മീൻസ് അവിടെ പ്രപ്പോസൽ പോകുന്ന പോസ്റ്റുകളുടെ എണ്ണം 385 ആണ്. മക്കളെ ഓർത്ത് വെച്ചോളൂ. അതായത് നോക്കി കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3ലേക്ക് 385 പുതിയ പോസ്റ്റുകൾ കൃത്യമായി വരാൻ വേണ്ടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെയും ഒരു കണക്ക് നോക്കാം. അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ എണ്ണം 941 ആണ് അല്ലെ. 941 ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രേഡ് 3 ഓവർസിയർ എങ്കിലും മിനിമം വേണം. അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ടത് നോക്കി ഇനി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എണ്ണമാണ്. അവിടെ 87 മുനിസിപ്പാലിറ്റിയാണ് നമുക്കുള്ളത്. ആ 87 മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നോക്കി 174 ആൾക്കാർ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും. അതേപോലെ തന്നെ ഇനി കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6 കോർപ്പറേഷൻ ആണത്. ഒരു കോർപ്പറേഷനിൽ 10 ആൾ വീതം നമുക്ക് ടോട്ടൽ 60 ആൾ ആവശ്യമായിട്ടുണ്ടാകും. അങ്ങനെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 1175 പോസ്റ്റ് ആയിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നിലവിൽ അതിനെ കൃത്യമായി തന്നെ ആ ഒരു സിസ്റ്റം റൺ ചെയ്ത് പോകാൻ നമുക്ക് ഇത്രയും ആൾക്കാരെ ഗ്രേഡ് 3 ആൾക്കാരെ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ളത് ഇത്രയും നോക്കണം 628 മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടേക്ക് 385 ആൾക്കാരെ പോസ്റ്റ് ചെയ്യാൻ ഒരു അധിക ചെലവും ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ പ്രപ്പോസൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 385 പോസ്റ്റുകളോടെ കൂടി 628 കൂടുന്ന സമയത്ത് 1013 പോസ്റ്റുകളായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടും. 1013 നോക്കിയേ വേക്കൻസികളായിട്ട് അല്ലെങ്കിൽ സാങ്ഷൻ സ്ട്രെങ്ത് ആയിട്ട് ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റിയിലേക്ക് മാറും എന്നതിൽ സംശയമില്ല. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു ഓർഡർ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുതിയ വേക്കൻസികൾ നോക്കിയേ ഗ്രേഡ് 3 നമുക്കറിയാം എല്ലാവരും എക്സാം ഒക്ടോബർ 30ലേക്ക് നോക്കി മാറ്റി വെച്ചിട്ടുള്ള നമുക്ക് എഴുതാൻ പറ്റുന്ന നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ഒരു ജോലി നേടാൻ സാധിക്കുന്ന പോസ്റ്റ് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഈ മുന്നിലിരിക്കുന്ന ഈ 385 വേക്കൻസി കൂടെ വരുമ്പോഴേക്കും നോക്കിയ വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് നോക്കി എഴുതുന്ന ആൾക്കാർക്ക് നോക്കി കിട്ടാനുള്ള ആ സാധ്യത അത്രത്തോളം കൂടുകയാണ്. നോക്കി 628 സാങ്ഷൻ സ്ട്രെങ്ത് ഉള്ള സ്ഥലത്തായിരുന്നു 1000-ൽ കൂടുതൽ അഡ്വൈസ് പോയിന്റ് ആയിരുന്നു. കാരണം അതാ നമുക്കറിയാം ഈ പറഞ്ഞ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് കിട്ടുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ കൂടുതൽ അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് തന്നെ നമുക്ക് ഇതേ സാഹചര്യം ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഗ്രേഡ് 3 ഗ്രേഡ് 2 AE ഗ്രേഡ് 1 എക്സാം എല്ലാം നടന്നു കഴിയുന്നുണ്ട്. അപ്പൊ പാരലായിട്ട് ലിസ്റ്റുകൾ വരും. അതിന്റെ കൂടെ ഈ പറയുന്ന 385 ചില്ലറ നമ്പർ അല്ല, ചെറിയ നമ്പർ അല്ല, 385 ആൾക്കാരാണ് പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്രയും വലിയ നമ്പർ നമ്മളെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വേക്കൻസികൾ നമ്മളിലേക്ക് കിട്ടും എന്നത് സംശയമില്ലാതെ നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതേപോലെ അടുത്തൊരു പോസ്റ്റ് മീറ്റർ റീഡർ ആണ്. ഓൾറെഡി ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. ആ പോസ്റ്റിലേക്ക് വരുന്ന നോക്കിയ കൃത്യമായിട്ടുള്ള വേക്കൻസി ദാറ്റ് മീൻസ് ആ ഒരു എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ സാങ്ഷൻ സ്ട്രെങ്ത് 346 ആണ്. അവിടേക്ക് 34 വേക്കൻസികളൂടെ കൂടുതലായിട്ട് വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഓൾറെഡി നോക്കി ലിസ്റ്റ് ഏകദേശം തീരാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നിലവിൽ ലിസ്റ്റിലുള്ള ആൾക്കാരിലേക്കായിരിക്കും ഈ ഒരു പോസ്റ്റ് പോകുന്നുണ്ടാവുമെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ അടുത്ത മീറ്റർ ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റ് ആണ്. മീറ്റർ റീഡറിന്റെ പ്രൊമോഷൻ പോസ്റ്റ് ആണ്. അതിൽ 86 സാങ്ഷൻ സ്ട്രെങ്ത് ആണ് നിലവിലുള്ളത്. അതിലേക്ക് 8 വേക്കൻസികളും കൂടെ പുതുതായിട്ട് വരാൻ വേണ്ടി പോകുന്നു. ഈ 8 എണ്ണമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം 8 എണ്ണം വന്നു കഴിഞ്ഞാൽ അത് മീറ്റർ റീഡറിൽ നിന്നുള്ള ആൾക്കാരെ നോക്കി പ്രൊമോഷൻ ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ രീതിയിൽ കിട്ടുന്നുണ്ടാവുക. നമുക്ക് പ്രൊമോഷൻ പോസ്റ്റ് ആണ് ഈ പറയുന്ന നോക്കി മീറ്റർ ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ്. അപ്പൊ അവിടെയും നമുക്ക് ചെലവില്ലാതെ തന്നെ കാര്യം ചെയ്തെടുക്കാൻ പറ്റും എന്ന പ്രപ്പോസൽ ആണ് ആര് കൊടുത്തുള്ള കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സർക്കാരിലേക്ക് പോയിട്ടുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം, സെറ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നോളജ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കേരള വാട്ടർ അതോറിറ്റി മാറാൻ വേണ്ടി പോവുകയാണ്, റീഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകളിൽ നിന്ന് നിലവിലുള്ള ജോലി ആ ഒരു ഒരുപാട് തസ്തികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ കൺവേർട്ട് ചെയ്യുന്ന എല്ലാം കൃത്യമായി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്ന ജോലി കിട്ടുന്നതിലേക്കാണ് എന്നതിൽ കൃത്യമായി മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട്
പഠിച്ചോളാം, സെറ്റാക്കി പഠിച്ചോളാം. അപ്പോൾ സിവിലും മെക്കും കൂടെ ഒരുമിച്ച് വരുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന ഗ്രേഡ് 3 ആണെങ്കിലും എ ആണെങ്കിലും എല്ലാം വരുന്നത്. അതിൽ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് 3 എക്സാം ഒക്ടോബർ 30 നടക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ 2 മാസം തികച്ചില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. സിവിലിന്റെ കൂടെ തന്നെ മെക്കാനിക്കലും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള സിവിൽ ടോപ്പിക് അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചും അതുപോലെ തന്നെ മെക്കാനിക്കൽ ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചും നമുക്ക് സൈലം ടെക്നിക്കൽ അവൈലബിൾ ആണ്. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിവിൽ ടോപ്പിക് മാത്രമാണ് പഠിക്കണമെങ്കിൽ 999 നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കൃത്യമായി അവൈൽ ചെയ്യാം. അതേപോലെ മെക്കാനിക്കൽ ടോപ്പിക്കുകൾ അവൈൽ ചെയ്യാനായിട്ട് 999 ഒരു ബാച്ചും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് സിവിൽ ടോപ്പിക് നോക്കി എൻ്റെ ഇയർലി പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും. അതേപോലെ ഈ പറഞ്ഞ മെക്കാനിക്കൽ ടോപ്പിക് എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലൈവ് ആയിട്ടുള്ള ഒരു ബാച്ചും ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി പ്രിപ്പറേഷൻ നോക്കി ഇനി വേണോ വേണ്ടയോ, എനിക്ക് വേണോ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയം ഒന്നും വെക്കേണ്ട. കാരണം പുതിയ പോസ്റ്റുകൾ 385 എണ്ണം വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇത്രയും പോസ്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് ഇരിക്കെ, ഇത്രയും ചാൻസുകൾ നമ്മുടെ മുന്നിലേക്ക് ഇരിക്കെ ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പഠിക്കാൻ തുടങ്ങിക്കോളാം. ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക, ഒട്ടും സമയം കളയണ്ട, പഠിച്ച് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ കൃത്യമായി എക്സാമുകളൊക്കെ ഇനി വരാൻ വേണ്ടി പോകുകയാണ്. PWD AE സിവിൽ കഴിഞ്ഞവർക്ക് PWD AE എക്സാംസുകൾ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരള വാട്ടർ അതോറിറ്റി ലിസ്റ്റ് തീരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനും എക്സാമുകൾ നോട്ടിഫൈ ചെയ്യപ്പെടും. അപ്പോൾ ഈ AE എക്സാം PWDയും LSTDയും അതേപോലെ ഇറിഗേഷൻ AE ഒക്കെ സിവിലുകാർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ആ പോസ്റ്റിലേക്കുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും കൂടെ കേരള വാട്ടർ അതോറിറ്റി ലക്ഷ്യം വെക്കുന്ന ആൾക്കാരുണ്ട്. AE പോസ്റ്റ് എന്ന് പറയുന്ന ആ പോസ്റ്റ് ലക്ഷ്യം വെക്കുന്ന ുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു നോക്കി കൃത്യമായി സിവിൽ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ടുള്ള ഒരു ബാച്ച് ആണ് ഈ കാണുന്ന PWD AE ബാച്ച് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ സിവിൽ ടോപ്പിക്കുകളായിരിക്കും കവർ ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ AE ബാച്ചുകൾ നോക്കി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ PWD AEക്ക് തന്നെയാണ്. അപ്പോൾ സിവിൽ കഴിഞ്ഞ ആൾക്കാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിന് കൂടെ അടുത്ത വർഷം വരാൻ വേണ്ടി പോകുന്ന KW AE എക്സാമും നമുക്ക് അതേപോലെ ഇറിഗേഷൻ എക്സാം ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള നമ്മളെ കോഴ്സ് ഓൾറെഡി കൃത്യമായി ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ബാച്ച് നമുക്ക് ഫീസാണ് വരുന്നത് 12,999 ആയിരിക്കും. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഫീസ് 25,000 ആയിരിക്കും എന്നതിൽ സംശയമില്ലാതെ നിങ്ങൾ കൃത്യമായി നോക്കി വെക്കുക. അപ്പം നമുക്ക് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നോക്കി നമ്പറുമായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് ചെയ്യാൻ നിങ്ങൾ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠനം മികച്ചതാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകുക. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ മിസ്സാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം സെറ്റാക്കി പഠിച്ചോളാം, ക്ലിയർ ആക്കി പഠിച്ചോളാം. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും സൈലോ ടെക്നിക്കൽ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.